So first of all, thank you for the 300k. നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ 300k ഒക്കെ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പക്ഷേ നമ്മൾക്കൊന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ചാനലിൽ ഏകദേശം 25k സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് വരെയും നമ്മൾ നോർമൽ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 50k എത്തിയപ്പോൾ നമ്മളൊരു ഗ്രീൻ സ്ക്രീൻ മേടിച്ചു, ഒരു DIY ആയിട്ടുള്ളൊരു ലൈറ്റും ഉണ്ടാക്കി. പിന്നീട് ഏകദേശം 75k സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഒരു റിംഗ് ലൈറ്റ് മേടിച്ചു. 100k സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നമ്മളൊരു ക്യാമറയും മേടിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റിൽ 200k സബ്സ്ക്രൈബേഴ്സ് എത്തിയപ്പോൾ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ 2 അപ്ഗ്രേഡ്സ് ആണ്. ഒന്ന്, നമ്മളൊരു പ്രൈം ലെൻസ് പർച്ചേസ് ചെയ്തു. രണ്ടാമത്തേത് നമ്മൾ ആപ്പച്ചറിൻ്റെ AL11 അതേപോലെ തന്നെ ആപ്പച്ചറിൻ്റെ MC ലൈറ്റും പർച്ചേസ് ചെയ്തു. ഇപ്പോൾ 300k സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുവാണ്. ആൻഡ് നിങ്ങൾ ഈ അടുത്തായിട്ട് ഒരു വലിയ ഡിഫറൻസ് വീഡിയോയിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. കുറേ ആൾക്കാർ താഴെ കമൻറ്റും ചെയ്തിട്ടുണ്ട്, ബ്രോ എങ്ങനെയാണ് വീഡിയോയ്ക്ക് ഇത്രയും ക്ലാരിറ്റി, എന്താണ് ബ്രോ വീഡിയോയിൽ ചെയ്തത്? ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ബേസിക്സ്. ഈ ഒരു ഒറ്റ ട്രാൻസിഷനിൽ നിന്നും ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എത്ര വില കൂടിയ ക്യാമറ വെച്ചാലും, എത്ര വില കൂടിയ ലെൻസ് വെച്ചാലും, എത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് വെച്ച് കഴിഞ്ഞാലും ലൈറ്റിംഗ് മോശമാണെങ്കിൽ വീഡിയോ പരമ ബോറാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ പ്രൈമറി ആയിട്ട് നമ്മൾക്ക് ലൈറ്റ് വരുന്നത് ഈ സൈഡിലുള്ള ട്യൂബ് ലൈറ്റ് ആണ്. സോ ട്യൂബ് ലൈറ്റ് മാത്രമായിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മുഖമൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സോ പ്രൈമറി ആയിട്ട് നമ്മൾക്ക് വേണ്ടത് എൻ്റെ ഫേസ് ലൈറ്റപ്പ് ചെയ്യുന്ന ഒരു ലൈറ്റാണ്. നമ്മൾ 200k ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്തപ്പോൾ എൻ്റെ പ്രൈമറി സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു റിംഗ് ലൈറ്റ് ആയിരുന്നു. പക്ഷേ റിംഗ് ലൈറ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്പെക്സ് വെച്ചിട്ടുണ്ട്. സ്പെക്സ് വെക്കുമ്പോൾ റിംഗ് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എൻ്റെ കണ്ണോ മുഖമോ കാണാൻ പറ്റില്ല. സ്പെക്സിൽ വലിയ 2 വട്ടമായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ റിംഗ് ലൈറ്റിന് പകരം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു കോബ് LED ലൈറ്റാണ്. ആൻഡ് ഈ ഒരു LED ലൈറ്റ് ആപ്പച്ചർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആമറാൻ 100D ആണ്. ആമറാൻ 100D ഒരു ബോവൻസ് മൗണ്ട് ഉള്ള LED കോബ് ലൈറ്റ് ആണ്. ഇതിൽ ഏകദേശം 100 വാട്ട് വരെയും പ്രകാശം കിട്ടും. ഇതൊരു ഡേ ലൈറ്റ് ബാലൻസ് ആയിട്ടുള്ള LED ലൈറ്റ് ആണ്. 5600 കെൽവിനാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ. ഏകദേശം 39,500 ലക്സ് വരെയും ബ്രൈറ്റ്നസ് ഇത് പോകാൻ പറ്റും. ഇതിൻ്റെ പെട്ടിക്കകത്ത് നമുക്ക് ലൈറ്റും ഒരു മെറ്റാലിക് ഹൈപ്പർ റിഫ്ലക്ടറും ഒരു അഡാപ്റ്ററും കേബിളുമാണ് ലഭിക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തായിട്ട് നിങ്ങൾക്ക് ഫാൻസും അവൈലബിൾ ആണ്. വളരെ ലോ സൗണ്ട് ഉള്ള ഫാൻസ് ആണ്. ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിസ്പ്ലേ കാണും. അവിടെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ബ്രൈറ്റ്നസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്ന് കാണിക്കും. ഇത് കൺട്രോൾ ചെയ്യാനായിട്ടൊരു നോബും, ആ ഒരു നോബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെപ്സ് ആയിട്ട് ബ്രൈറ്റ്നസ് മാറ്റാനും പറ്റും. ഇനി ഇതിനകത്ത് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വഴി Sarath'S ലിങ്ക് എന്ന് പറഞ്ഞ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് 10.8% ആണ്. ഞാൻ ഇതിൻ്റെ ബ്രൈറ്റ്നസ് 100%ാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും നട്ടുച്ചയ്ക്ക് സൂര്യൻ്റെ അടിയിൽ പോയി നിൽക്കുന്ന ഒരു പ്രതീതിയാണ് കിട്ടുന്നത്. സോ ഡെഫിനറ്റ്ലി ഇത്രയും ഹാർഷായിട്ടുള്ള ലൈറ്റ് ഒരിക്കലും നമുക്ക് വീഡിയോയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. സോ ഈ ഒരു ഹാർഷായിട്ടുള്ള ലൈറ്റിനെ നമ്മൾ ഇത്രയും സ്പ്രെഡായി കിടക്കുന്നതിനെ കുറച്ചുകൂടെ നാരോ ഡൗൺ ചെയ്യണം. ഇതിനായിട്ട് നമുക്ക് പാക്കേജിൻ്റെ ഉള്ളിൽ തന്നിട്ടുള്ള ബോവൻസ് മൗണ്ട് അടങ്ങിയിട്ടുള്ള മെറ്റാലിക് ഹൈപ്പർ റിഫ്ലക്ടർ യൂസ് ചെയ്യാം. സോ റിഫ്ലക്ടർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും റിഫ്ലക്ടർ വെച്ചൊരു മണ്ടത്തരായിപ്പോയി. കാരണം ഇപ്പോഴും ഞാൻ 10.8% ബ്രൈറ്റ്നസ്സിലാണുള്ളത്. എന്നിട്ടും ഒടുക്കത്തെ വെളിച്ചം. ഞാനിപ്പോൾ ഈ ബ്രൈറ്റ്നസ് ഫുള്ളിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പോലും പറ്റുന്നില്ല. സോ ഡെഫിനറ്റ്ലി ഈ ഒരു സാധനം വെച്ച് വീഡിയോ എടുക്കുന്നത് ടോട്ടലി ഇംപ്രാക്ടിക്കലാണ്. സോ ഒരു സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ സ്പോട്ട് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഇത് വളരെ ഉചിതമാണ്. പക്ഷേ ഇതേപോലെ യൂട്യൂബ് വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചെടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല വീഡിയോ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ലൈറ്റ് നമുക്കിനി സോഫ്റ്റ് ആക്കണം. ലൈറ്റ് സോഫ്റ്റ് ആക്കാനായിട്ട് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഒരു അംബർലയാണ്. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന അംബർല എന്ന് പറയുന്നത് ഈ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്ന വെള്ള കളറിലുള്ള ഒരു അംബർലയാണ്. അപ്പോൾ ഈ ഒരു അംബർല വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എത്ര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് അല്ല. ഈ ഒരു ലൈറ്റ് ഭയങ്കരമായിട്ട് സോഫ്റ്റായി, എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ട് കാണുന്നുണ്ട്. ഈ അംബർല നമ്മൾക്ക് ഈ ഒരു ലൈറ്റിൽ മൗണ്ട് ചെയ്യാനായിട്ട് ഇതിനകത്ത് ചെറിയൊരു ഹോളുണ്ട്. അതിനകത്തേക്ക് ഇതൊന്ന് ജസ്റ്റ് കയറ്റി വയ്ക്കാം. സോ അംബർല യൂസ് ചെയ്തപ്പോൾ അത്യാവശ്യം നമ്മുടെ ലൈറ്റൊക്കെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു യൂസബിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അംബർലയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കുട്ടി അംബർലയാണ്. അതുകൊണ്ട് തന്നെ അത് ഡിഫ്യൂസ് ചെയ്യുന്ന ആ ഒരു ഏരിയ ഭയങ്കര കുറവാണ്. പിന്നെ റൂം മൊത്തം ലൈറ്റപ്പായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഡിഫ്യൂസർ ആണെങ്കിൽ നമ്മൾക്ക് അത്രത്തോളം അങ്ങ് സോഫ്റ്റ് ലൈറ്റ് കിട്ടില്ല. സോ ഈ ഒരു അംബർലേനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കാം.
ഇപ്പം എൻ്റെ കയ്യിലുള്ളത് വളരെ വലിയ ഒരു അംബർലയാണ്. ഇത് നമ്മുടെ ആപ്പിച്ചറിൻ്റെ ലൈറ്റ് ഡോം SE ആണ്. ആപ്പിച്ചറിൻ്റെ ലൈറ്റ് ഡോം SE എന്ന് പറയുന്നത് ഒരു ബോവൻസ് മൗണ്ട് അടങ്ങിയിട്ടുള്ള വളരെ വലിയ ഒരു ഡോമാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് സിൽവർ റിഫ്ലക്റ്റീവ് ഏരിയ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഡിഫ്യൂസേഴ്സും വരുന്നുണ്ട്. ഏകദേശം 1.5 സ്റ്റോപ്സും 2.5 സ്റ്റോപ്സിൻ്റെയും 2 ഡിഫ്യൂസറും ഇതിൻ്റെ അകത്ത് വേറൊരു കുട്ടി ഡിഫ്യൂസറും. ഇതുമല്ലാതെ നമ്മൾക്ക് ഇതിൻ്റെ പാക്കേജിൻ്റെ കൂടെ ഒരു എഗ് ക്രേറ്റും വരുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് ഈ ഒരു ഡോം വെച്ചതിന് ശേഷം എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. ആപ്പച്ചറിൻ്റെ ലൈറ്റ് ഡോം SEയുടെ മുകളിലേക്ക് നമ്മളൊരു ഡിഫ്യൂസറും കൂടെ വെച്ചപ്പോൾ ഏകദേശം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ലൈറ്റാണ് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് വന്നിരിക്കുന്നതെന്ന്. ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫുള്ളായിട്ട് ഭയങ്കര വലിയൊരു ഡോം ആയതുകൊണ്ട് തന്നെ എൻ്റെ ബോഡി ഫുള്ളായിട്ട് കവർ ആവുന്നുണ്ട്. മൊത്തത്തിലൊരു സൂപ്പർ സോഫ്റ്റ് ലൈറ്റ്. ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന ഷാഡോസ് ഒന്നും ഒട്ടും വരുന്നില്ല, കണ്ടില്ലേ? സൂപ്പർ സോഫ്റ്റ് ലൈറ്റാണ് കിട്ടുന്നത്. എങ്കിലും എനിക്ക് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് എനിക്ക് മാത്രം അല്ലെങ്കിൽ എൻ്റെ മേത്ത് മാത്രം കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് മുഴുവനും കിട്ടുന്നുണ്ട്. സോ ഇതിനെനിക്കൊന്ന് ഐസൊലേറ്റ് ചെയ്യണം. ഇതിനെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് എഗ് ക്രേറ്റ്. ഈ ഒരു എഗ് ക്രേറ്റ് വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ പുറകിലുള്ള ആ ഒരു സ്പില്ല് മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സോഫ്റ്റ് ലൈറ്റ് എൻ്റെ മുഖത്തുള്ള ഈ സൈഡിൽ മാത്രമാണ് അടിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം ഡാർക്കായി നോക്കാം. ബാക്ക്ഗ്രൗണ്ടുള്ള ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ എത്ര ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. സോ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഫോർഗ്രൗണ്ടിൽ നിന്നുള്ള സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെയാണ് ഇപ്പോൾ എടുത്ത് കാണുന്നത് ഈ ഒരു വീഡിയോയിൽ. സോ നമ്മുടെ കീ ലൈറ്റ് ഓൾമോസ്റ്റ് സെറ്റായി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എന്നെ കാണുന്നുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്നെ സെപ്പറേറ്റ് ചെയ്യണം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്നെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് വേണ്ടത് ഒരു ഹെയർ ലൈറ്റ് അല്ലെങ്കിൽ റിം ലൈറ്റ് ആണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചത് വളരെ പവർ കുറഞ്ഞ ഒരു ലൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി പവർ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ആപ്പച്ചറിൻ്റെ തന്നെ ആമറാൻ സീരീസിലെ P60C എന്ന് പറഞ്ഞ ഒരു പാനൽ LED ലൈറ്റാണ്. ആമറാൻ P60C എന്ന് പറയുന്നത് ഒരു RGB LED ലൈറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് പാക്കേജിൻ്റെ ഉള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗ് വരുന്നുണ്ട്. ഭയങ്കര ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ബാഗാണ്. ഇതിനകത്ത് നമ്മൾക്ക് ലൈറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ അഡാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന കേബിൾ അമേരിക്കൻ ടൈപ്പ് കേബിളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കണക്ടറിൻ്റെ ആവശ്യം വരും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു സോഫ്റ്റ് ബോക്സും ഒരു എഗ് ക്രേറ്റും ലഭിക്കുന്നുണ്ട്. ആമറാൻ P60C ചൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു LED പാനലാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, നിങ്ങൾക്ക് അവിടെ ഒരു ഡിസ്പ്ലേ കാണുന്നുണ്ട്. ആ ഡിസ്പ്ലേക്കകത്ത് നിങ്ങൾക്ക് ഹ്യൂ, സാച്ചുറേഷൻ, ഇൻറ്റൻസിറ്റി എന്നിങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് മാറ്റാം. അതുപോലെ ഇൻബിൽഡായിട്ട് കുറേയധികം എഫക്റ്റുകളും ഉണ്ട്. ഓരോന്നിനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നോബുകളുണ്ട്. ഇനി അതേപോലെ HSI മാത്രമല്ല CCT മോഡുണ്ട്, ജെൽ മോഡുകളുണ്ട്, ഒട്ടനവധി മോഡുകളും. ഇതെല്ലാം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വഴി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി ബാറ്ററിയിൽ റൺ ചെയ്യണമെങ്കിൽ ബാറ്ററിയിലും റൺ ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ലൈറ്റാണ്. എന്തായാലും ഈ ഒരു ലൈറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് സോഫ്റ്റ് ബോക്സ് വയ്ക്കാം, ഇല്ലെങ്കിൽ ഭയങ്കര ഹാർഷ് ആയിരിക്കും. ഇനി സോഫ്റ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് നമ്മൾ എഗ് ക്രേറ്റും കൂടെ വയ്ക്കാം. ഈ കാര്യങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കീ ലൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു റിം ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. സോ റിം ലൈറ്റ് ഇല്ല എങ്കിൽ ഇങ്ങനെ ഇരിക്കും, റിം ലൈറ്റ് ഓണാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. സോ എത്ര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസമാണ് വന്നിരിക്കുന്നത് നോക്ക്. ഇപ്പോൾ ശരിക്കും എന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡിൽ നല്ല നൈസ് ആയിട്ടുള്ളൊരു ഹ്യൂ വരുന്നുണ്ട്, ഈ സൈഡിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റും വരുന്നുണ്ട്. സോ ഏകദേശം ഒരു പ്രൊഫഷണൽ ടച്ച് നമ്മുടെ വീഡിയോയ്ക്ക് വരുന്നുണ്ട്. P60C എന്ന് പറയുന്ന ഒരു മൾട്ടി കളർ LED ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ള കളറിൽ വെക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് മൾട്ടി കളർ വേണ്ട, നിങ്ങൾക്ക് ബൈ കളർ, അതായത് നിങ്ങൾക്ക് വാം ടോണും കൂൾ ടോണും ഡേ ലൈറ്റും മാത്രമാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ തന്നെ P60X ഉണ്ട്. P60Cയും P60Xും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് P60C ഒരു മൾട്ടി കളർ LED പാനലാണ്. P60X ആണെങ്കിൽ ഒരു ബൈ കളർ LED പാനലാണ്. അതായത് ഏകദേശം 3200 കെൽവിൻ തൊട്ട് 6500 കെൽവിൻ്റെ ടെമ്പറേച്ചർ റേഞ്ചിൽ നിങ്ങൾക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇൻറ്റൻസിറ്റിയും ഏകദേശം സിമിലർ തന്നെയാണ് വരുന്നത്. ഇനി ഇൻബോക്സ് കണ്ടൻസ് നോക്കുവാണെങ്കിൽ P60Cയിൽ കിട്ടുന്ന അതേപോലത്തെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒരു ബാഗ്, അതിൻ്റെ അകത്ത് നമുക്ക് പാനൽ, ഒരു ഡിഫ്യൂസർ, എഗ് ക്രേറ്റ്, അതുപോലെ തന്നെ അഡാപ്റ്ററും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കേബിളുമാണ് വരുന്നത്. ഈ കേബിളും നമുക്ക് ഏകദേശം ഒരു അമേരിക്കൻ സ്റ്റൈൽ സോക്കറ്റാണ് വരുന്നത്. സോ ഒരു കൺവെർട്ടറും ആവശ്യമാണ്. ഇത് പ്രധാനമായിട്ടും നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത്, നമുക്ക് കളർ വേണ്ട, ഒരു ഡേ ലൈറ്റ് കൈൻഡ് ഓഫ് ടോൺ വേണം. ഇപ്പോൾ ഈ സൈഡിൽ ഞാൻ ഫിൽ ലൈറ്റ് യൂസ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏകദേശം ഒരു റാം ബ്രാൻഡ് ലൈറ്റിംഗ് പോലെ ഈ സൈഡിൽ ചെറിയൊരു ട്രയാങ്കിൾ വരുന്ന ഒരു ടൈപ്പ് ലൈറ്റിംഗ് എനിക്ക് ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ ഈ സൈഡിൽ ഞാൻ ഫിൽ ലൈറ്റായിട്ട് വെക്കുവാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ആ ഒരു ലൈറ്റ് ഇവിടെ വെക്കാൻ പറ്റും.
രണ്ടാമതായിട്ട് P60Xൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി എളുപ്പമാണ് ഉപയോഗിക്കാനായിട്ട്. കാരണം ബാക്ക് സൈഡിലുള്ള കൺട്രോൾ പാനൽ നോക്കിക്കഴിഞ്ഞാൽ P60X വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറേയധികം ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇതിൽ കിട്ടുന്നത്. പ്രധാനമായിട്ടും ഇതിൽ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷേ കുറച്ച് ഇൻബിൽഡ് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ട്. അതുപോലെ ടെമ്പറേച്ചർ കൺട്രോളും ഇൻറ്റൻസിറ്റി കൺട്രോളും മാത്രമാണുള്ളത്. ഇതും നിങ്ങൾക്ക് ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഫോണിൽ സൈഡസ് ലിങ്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ബ്ലൂടൂത്ത് വഴി കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റും. സോ ഏകദേശം നമ്മുടെ ലൈറ്റിംഗ് സെറ്റപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഒരു ഡെസേർട്ടിൻ്റെ മുകളിൽ ചെറി വെക്കുന്നത് പോലെ അലക്സ ടേൺ ഓൺ സ്റ്റുഡിയോ ബൾബ്. ഓക്കെ. സോ ഇത്തരത്തിൽ ചെറിയൊരു ഹ്യൂവും കൂടെ റെഡിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് കംപ്ലീറ്റ് ആയി. സോ വൺസ് അഗൈൻ താങ്ക് യു ഫോർ ദ 300K സബ്സ്ക്രൈബേഴ്സ്. ഈ ഒരു വീഡിയോയിൽ കാണിച്ച പ്രൊഡക്റ്റുകളുടെ എല്ലാം തന്നെ ലിങ്കുകൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു ക്യാമറയിൽ ലെൻസ് മേടിച്ചിട്ട് മാത്രം കാര്യമില്ല. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഏതൊരു പൊട്ട ക്യാമറയിലും കിഡിലനായിട്ടുള്ള വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും 300K സബ്സ്ക്രൈബേഴ്സ് ആയതിൽ വളരെയധികം നന്ദി. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഇനിയും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾക്കിനി ഇതേപോലത്തെ വേറൊരു കിടിലൻ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.